ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദാണ്ടെ ഒരു കുക്കറിൽ നമ്മുടെ മുരിങ്ങയ്ക്ക ഉണ്ടല്ലോ, അതും 2 തക്കാളിയും കുറച്ച് തൂരപ്പരിപ്പും കൂടെ ചേർത്ത് നല്ല കിടിലനായിട്ട് ഉണ്ടാക്കിയെടുത്താൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി 2 വലിയ മുരിങ്ങയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ കട്ട് ചെയ്തതാണ്. ഇനി നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്താണ്ട് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറിയ എന്ന് ഞാൻ ഉദ്ദേശിച്ചതാണ് ഈ ഒരു വലുപ്പമാണ് കേട്ടോ. അപ്പം ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു കുക്കർ ഒന്നെടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം തുവരപ്പരിപ്പ് നല്ലപോലെ ക്ലീൻ ആക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലും കൂടരുത്, ഇത്ര മതിയാവും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ മുരിങ്ങയ്ക്ക ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്, അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേവാനും പാകത്തിന് കുറച്ചധികം വെള്ളം വെച്ചോളൂ. വേവാനും പാകത്തിനല്ല, കുറച്ചും കൂടെ തോനെ വെള്ളം വെക്കണേ. അപ്പൊ ഞാൻ കുറച്ചും കൂടെ വെക്കുന്നുണ്ട്. അപ്പൊ നമുക്കിതിന്റെ വെള്ളം ആവശ്യമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ വെള്ളം വെക്കാൻ പറഞ്ഞത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പൊ ദാണ്ടെ ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് അടുപ്പത്തേക്ക് മാറ്റാം. ഒരു 4-5 വിസിലെങ്കിലും കേൾക്കേണ്ടി വരും കേട്ടോ. കാര്യം ഇതെല്ലാം നന്നായിട്ട് വെന്തൊന്ന് ഉടഞ്ഞു പോകണം. ആ ഒരു സമയം വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ ഞാൻ അടച്ച് ഇതൊന്ന് അടുപ്പത്തേക്ക് മാറ്റുന്നുണ്ട്. ഇനി ആ ഒരു സമയം നമുക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് ചതച്ചെടുക്കാനുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാറിലാണ് കേട്ടോ ചതയ്ക്കുന്നത്. അപ്പോൾ ഇടികളിൽ ചതച്ചെടുത്താലും മതി. അതിലേക്ക് കുറച്ചധികം വെളുത്തുള്ളി അല്ലി ചേർക്കുന്നുണ്ട്. ഒരു 10ഓളം വെളുത്തുള്ളി അല്ലി ചേർത്തിട്ടുണ്ട്. തൊലി കളയാതെയാണ് കേട്ടോ ചേർത്തേക്കുന്നത്. ഇനി ഒരു 2 ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഉണ്ടല്ലോ, ക്യുമിൻ സീഡ്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ ഇതൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോണ്ട, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി മാറ്റി വെക്കാം. നമ്മുടെ കുക്കറിൽ വെച്ചിരിക്കുന്ന ഐറ്റമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഓപ്പൺ ആക്കി നന്നായിട്ട് വെന്ത് ആ തക്കാളിയുടെ ഒക്കെ തൊലിയൊക്കെ ഇളകി പോയേക്കുന്നുണ്ട് കണ്ടോ. ഇതുപോലെ വെന്ത് കിട്ടണം. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. നല്ല പോലെ ഒന്ന് എടുക്കുന്നുണ്ട് ഞാന്. നമുക്കിതിന്റെ ആ കൊന്ത് ആ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, ആ മുരിങ്ങക്കയുടെ, അതൊന്ന് നമുക്ക് ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കളയാനുള്ളതാണ്, ഒന്ന് അരിച്ചെടുക്കാനുള്ളതാണ്. ഇതിന്റെ ആ ഒരു വെള്ളം മാത്രം, ആ ഒരു ചാറ് മാത്രം മതി നമുക്ക് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ആ ഒരു മുരിങ്ങക്കയുടെ സത്ത് മൊത്തം ആ ചാറിനകത്ത് വരണം. അപ്പൊ നല്ലപോലെ ഉടച്ചെടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒരു കപ്പെടുത്ത് ഒരു അരിപ്പയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ഒഴിച്ചിട്ട് നമുക്ക് കുറേശ്ശെയായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ വലിയ അരിപ്പയൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തോളൂ കേട്ടോ. എൻ്റെ കയ്യിൽ ഒരു ചെറിയ അരിപ്പയാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് എനിക്ക് കുറച്ച് പാടായിരുന്നു. അപ്പൊ ദാണ്ടെ ഞാൻ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ആ വെള്ളം മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്താൽ മതി, ആ ചാറ് മാത്രം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഞെക്കി കൊടുക്കണം, നന്നായിട്ട് ചാറിങ്ങി പോരട്ടെ. അപ്പം വലിയ അരിപ്പയൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും കഷ്ടപ്പാടില്ല കേട്ടോ. അപ്പൊ ഞാനിത് മൊത്തം അങ്ങനെ ഒന്ന് അരിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പൊ ഞാൻ ഒരു പാത്രത്തിലാക്കി ഇവിടെ എല്ലാം ഒന്ന് അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ആ ഒരു ചാറ് മാത്രം കിട്ടിയാൽ മതി. അപ്പൊ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാവേ. ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കുരുമുളകിന്റെ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ ഒരു പച്ചമണം മാറുന്നവരെയും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ ദാണ്ട ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് ഏകദേശം മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ മുരിങ്ങക്കയുടെയും ഒക്കെ ആ ഒരു ചാറുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ എന്തോ ഉണ്ടാക്കുന്നതെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവല്ലേ. ഞാൻ മുരിങ്ങയ്ക്ക രസമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ മുരിങ്ങയ്ക്ക രസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് പറയണേ. അപ്പൊ ദാണ്ടെ ഞാൻ ഇനി ഒരല്പം പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പുളിവെള്ളം ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കുറച്ച് മാത്രം മതി. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ പുളി ഒരുപാട് ഇതിലേക്ക് ചേർക്കുമ്പോൾ മുരിങ്ങയ്ക്ക രസത്തിന് വലുതായിട്ട് ടേസ്റ്റ് ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രം ഇതിലേക്ക് പുളി ചേർക്കുന്നത്. ഇതിനകത്ത് ആ എടുത്തറിയേണ്ട മുരിങ്ങയ്ക്കേൻ്റെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഞാൻ നോക്കിയിട്ടുണ്ട്, ഒന്ന് മിക്സ് ആക്കിയിട്ട്. അപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളത് കൊണ്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി, ഒരുപാട് സമയത്ത് തിളപ്പിക്കേണ്ടതാണ്. ഇതുപോലെ ഒന്ന് തിള വരുന്ന ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി രസമാണ് ദാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് ഐറ്റമാണ്. അപ്പം മുരിങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ രസം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് രസം ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.